ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കണ്ടോ ഇവിടെ നിൽക്കുന്നതെന്നുള്ളത് ഒരു ഗ്രാമത്തിലാട്ടോ. നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ ടെൻ്റ് അടിച്ചതും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക. നമ്മളുള്ള കൊച്ചില്ലേ, നല്ല കുട്ടിയാട്ടോ, നമ്മളെ നല്ല രീതിയിൽ സൈക്കിളൊക്കെ ഓടിച്ച് കളിച്ചൊരു കുട്ടിയാട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇവിടുത്തെ താമസമൊക്കെ, ഇവിടുത്തെ പുള്ളിയാട്ടോ ഈ നിൽക്കുന്നതൊക്കെ. അപ്പോൾ ഇവിടുത്തെ കുട്ടികളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ മനോഹരമായ ഗ്രാമത്തിലാട്ടോ ഇന്നലെ നിന്നത്. അപ്പോൾ ആ വീഡിയോ തൊട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തുടങ്ങാം. അങ്ങനെ ഫൈനലി നമ്മളിപ്പോൾ നിൽക്കുന്നത് കാൻഗ്രി വില്ലേജ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. കാൻഗ്രി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് കേട്ടോ. അതായത് നമ്മളെ മധ്യപാടി റോഡിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ടെൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞ്, ഇതൊരു വീട്ടിൻ്റെ സൈഡിലാട്ടോ നമ്മൾ അടിച്ചത്. ഇന്ന് ടെൻ്റ് നോക്കിക്കേ, കുറേ ആൾക്കാർ. ഹായ്, ഇവരെ വീട്ടിലാട്ടോ നമ്മളിന്ന് അടിച്ചത്. ഇവരെ കടയാട്ടോ ഇത്. ഇവിടെ തന്നെയാണ് വീടും കാര്യങ്ങളൊക്കെ. ഈ പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്. ഈ കൊച്ചിന് ഈ ടെൻ്റ് അടിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ. ബാക്കി ഇതാ കുറേ പിള്ളേരുണ്ട് കേട്ടോ ഇവിടെ, ഇഷ്ടംപോലെ പിള്ളേരൊക്കെ ഉള്ള. ധരിച്ച ഓട്ടോ ഇതാ നോക്കിക്കേ, നമ്മളെ സൈക്കിളിനെ കൊണ്ട് കളിക്കുന്നത്. ഇതുണ്ടോ ചോട്ട കളിക്കുന്നത്? ചെറിയ ചോട്ടയാട്ടോ ഇത്. ഇവിടെ തന്നെ ഉള്ളതാട്ടോ. ഇവര് ബേക്കിലായിരുന്നു. ഇത് നമ്മൾ ഇവിടുന്ന് പോകുന്ന വഴിക്ക് ചോദിച്ചാട്ടോ. ഇതാണ് കാൻഗ്രി വില്ലേജിൻ്റെ ശരിക്കുള്ള സ്ഥലം. നോക്കിക്കേ, മലനിരകളൊക്കെ ഇങ്ങനെ കൂടിയിട്ട് അവിടെയൊക്കെ ഗ്രാമങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഫുള്ള് വീടും കാര്യങ്ങളൊക്കെ ആട്ടോ മുകളിലും. അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് വീടുകളാട്ടോ. അങ്ങാണ് ഇതിൻ്റെ മെയിൻ ബസാർ എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമ്മൾ വന്ന് അവിടെ നിന്ന് ടെൻ്റടിക്കാൻ പറ്റായിട്ട് ചോദിച്ച് ഇവിടെ ഒരു പെണ്ണുങ്ങളുണ്ടായിരുന്നു. അവരോട് ചോദിച്ചപ്പോൾ ഇവർക്ക് ഹിന്ദി അറിയില്ല. അങ്ങനെ ഹിന്ദി അറിയാണ്ട് നിന്നപ്പോൾ അവരോട് സംസാരിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ടെൻ്റടിച്ചാൽ നിന്ന് നോക്കിക്കേ. നമ്മളിങ്ങനെ പൈസ ഒന്നും ഇല്ലാണ്ട് പോകുന്ന രീതിയിലാട്ടോ ഉള്ളത്. നോക്കിക്കേ, ഇവിടെ വ്യൂ നോക്കിക്കേ, അടിപൊളിയല്ലേ വെള്ളം ഒഴുകിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു യാത്രയാണ്. അതായത് പൈസക്ക് റൂമൊന്നും എടുക്കാണ്ട് ഓരോ ഗ്രാമങ്ങളിലെ ആൾക്കാരായിട്ട് സംസാരിച്ചിട്ട് അവരെ വീട്ടിൻ്റെ അടുത്തൊക്കെ ടെൻ്റ് അടിച്ച് അവരോട് സംസാരിച്ച് അങ്ങനെയൊക്കെ ഉള്ളൊരു യാത്രയാണ്. പിന്നെ സംസാരിക്കുന്നൊന്നും വീഡിയോ എടുക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ആൾക്കാരോട് സംസാരിക്കുന്ന നേരം വീഡിയോ എടുക്കുന്ന അറിയില്ല. അതായത് നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുന്ന അറിയില്ല. ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെല്ലാം സംസാരിക്കുമ്പോൾ വീഡിയോ എടുക്കുന്ന കാണാനുണ്ട്. അതുപോലെ എനിക്ക് എടുക്കാൻ അറിയില്ല, എങ്ങനെ എടുക്കേണ്ടതെന്ന് അറിയില്ല. അവരെങ്ങനെ എന്ത് വിചാരിക്കുന്നത് എനിക്കറിയില്ല. അതുകൊണ്ടാണ് എടുക്കാത്തത്. അങ്ങനെ നമ്മൾ ടെൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞ് സെറ്റായി. കൊച്ചു കൈ കഴുകാട്ടോ, ഫുള്ള് ചളിയായി. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ പിള്ളേരെ അടിക്കും ഇങ്ങനൊക്കെ ആണെങ്കിൽ. എല്ലാവരുടെ കയ്യിലും ചളിയായിട്ടുണ്ട് കേട്ടോ. ഇവനെ ആദ്യം കളിച്ചത് ജോജി നോക്കിക്കേ. ഫുള്ള് പിള്ളേരാട്ടോ. നമ്മള് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നേരം മൂപ്പര് പറഞ്ഞ് ഇവരുണ്ടാക്കുന്നേരം അവരും കൂടി തരാന്ന് പറഞ്ഞ് പുള്ളിക്ക് ഇതാ കുഞ്ഞിനെ എടുത്ത് നടക്കുന്നുണ്ടോ. കുറെ ആൾക്കാരുണ്ട് കേട്ടോ, അവിടെയൊക്കെ ആൾക്കാരുണ്ട്. കുറേ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കങ്ങനെ ഫുഡ് ഇവിടെ നിന്നാന്ന് പറഞ്ഞിട്ട് ഇതാ ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഉണ്ട് ഇവിടെ. കുട്ടികളും എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ ചൂടുണ്ട്. മറ്റേ മഡോസ് ആട്ടോ. नाम क्या है आपका? नाम मेरा दिलकुमारी बूढ़ा बूढ़ा मगर बूढ़ा पुन मगर मैं बूढ़ा ये बूढ़ी बूढ़ा बूढ़ी नाम क्या है? समुना पुनमा. छोटा का यमुना. ये छोटा का छोटा का नाम क्या है? सुसांगपुन. मेरा नाम ചെറിയ വീട്ടിലാട്ടോ അവള്. എനിക്ക് എന്ത് സ്നേഹാന്നറിയാം അവർക്ക്. നമ്മളിവിടുന്ന് ചൂടും കഴിയുന്നുണ്ട്. നല്ല തണുപ്പാട്ടോ പുറത്ത്. 1900 മീറ്റർ ഹൈറ്റിലാണ് ഉള്ളത്. 38 വർഷमा जन्मेको म हाम्रो बुवाको कोही नै भन्ने
നമ്മള് ചോറ് കഴിക്കാം കേട്ടോ. ചോറും ചിക്കൻ കറിയും ഉണ്ട്. ചിക്കൻ കറി. ചോറും ചിക്കൻ കറിയും ഉണ്ട്. ഇവരെല്ലാം കഴിക്കാനായിട്ട് വെച്ചിരിക്കുക കേട്ടോ. ഇവരെല്ലാരും ഉണ്ട്. ഇത് കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇവിടുത്തെ സാറാട്ടോ. ആർട്സാലൊക്കെയാണ് ഇവിടെ കേട്ടോ ഇപ്പൊ ഉള്ളത്. എല്ലാരും കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നേപ്പാളിൽ വന്നിട്ട് തിന്നാ നമ്മള് എല്ലാവർക്കും ചോറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ചോറ് കിട്ടിയിട്ടുണ്ട്. ഇത് കഴിക്കണം. നേപ്പാൾ കാ ദീദി നേപ്പാൾ ചേച്ചി ചേച്ചി അറിയാട്ടോ. ചേച്ചി പോലെ ചേച്ചി. നമ്മളിതാ രാവിലെ തന്നെ ഓട്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടാണ് ഓട്സ് ഉണ്ടാക്കുന്നത്. ഓട്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുടിക്കണം. അതുപോലെ തന്നെ ഇതാ ഇവിടെ വെയിൽ വന്നിട്ട് ആ ചേച്ചിയൊക്കെ ഇതാ വെയിലത്ത് നിന്നാട്ടോ പണിയിരിക്കുന്നത്. കാരണം അത്രയ്ക്കും തണുപ്പാണ് ഇവിടെ, നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇതാ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇവന്ന് രാവിലെ ഫുഡ് തരാത്തതില്ലേ കഴിക്കാത്തത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവർ നേപ്പാളത്തെ ആൾക്കാർ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെയും അതുപോലെ തന്നെ വൈകിട്ടുമാണ് ഫുഡ് കഴിക്കുന്നത്. അതായത് രാവിലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 9 മണി 10 മണിക്കൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറും അതുപോലെ തന്നെ ദാല് കറിയൊക്കെ ആയിരിക്കും ഇവർ കഴിക്കുക. അല്ലാണ്ട് നമ്മളെ പോലെ പുട്ടും പത്തിരിയും അങ്ങനെ സാധനങ്ങളൊന്നും കഴിക്കില്ല. അപ്പോൾ അവരത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം ഒരു 6 മണി 7 മണി ആകുമ്പോഴത്തേക്കന്നെ ചോറും കഴിച്ചിട്ട് കിടന്നുറങ്ങും. ഉച്ചയ്ക്ക് എന്തെങ്കിലും സ്നാക്സ് പോലെ കഴിക്കും. നമ്മളങ്ങനെ അല്ലല്ലോ, രാവിലെ സ്നാക്സ് കഴിക്കും, അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കും, പിന്നെ ഉച്ചയ്ക്ക് ചോറ് തിന്നും, വൈകിട്ട് സ്നാക്സ് കഴിക്കും, പിന്നെ രാത്രി ഫുഡ് കഴിക്കും. അങ്ങനെയാണ് നമ്മളെ ഫുഡിൻ്റെ ഒരു ക്രമം. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ രാവിലെ ഒരു 9-10 മണിയാകുമ്പോൾ തന്നെ ചോറ് തിന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 6 മണി 7 മണിക്ക് പിന്നെയും ചോറ് തിന്നിട്ട് ഉച്ചയ്ക്ക് എന്തെങ്കിലും സ്നാക്സ് കഴിക്കും. അപ്പോൾ നമ്മളെന്തായാലും ഒരു 8 മണി 9 മണിക്കേക്ക് ഇവിടുന്ന് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേഗം പെട്ടെന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തിന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്, ഇനി വേഗം കഴിക്കാം. ചേച്ചി നമ്മളെ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. ടെൻ്റൊക്കെ കാണാൻ കുറേ പിള്ളേർ വന്നുണ്ടോ. മുകളിൽ സ്കൂളിൽ പോകാൻ വേണ്ടി പോകുന്ന പിള്ളേരാണ്. അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. മുകളിലൊക്കെ കുറേ പിള്ളേർ നമ്മുടെ ടെൻ്റ് കാണാൻ വന്നതാണ് കേട്ടോ. ഈ കോഴികളും അതുപോലെ തന്നെ ഈ ചെറിയ കൃഷിയിടങ്ങളൊക്കെ ഇവർ തന്നെ കൃഷി ചെയ്തിട്ടുണ്ടാക്കുന്ന കേട്ടോ. ദീദി അവിടെ ഉണ്ട്. പശുക്കളും ഉണ്ട് കേട്ടോ. ഇവിടെ പശുക്കളല്ല, ആടുകൾ, ചെമ്മരി ആടുണ്ട്, സാധാരണ ആടുണ്ട്. പക്ഷെ ഇവിടുത്തെ ചെമ്മരി ആടിനൊക്കെ അതുപോലെ തന്നെ സാധനമാണ്. പിന്നെ ഇത് നമ്മളെ ചോള കേട്ടോ. ചോള ഇങ്ങനെ ഇവർ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ഇതാ ഇപ്പോഴും കോടയൊക്കെ ചെറുതായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നോക്കിക്കേ, ആടുകൾ അതുപോലെ തന്നെ കോഴികൾ, ഫുള്ള് കോഴിക്കുട്ടികളും കോഴികളും കേട്ടോ. ഇവിടുത്തെ ഒരു വ്യൂ നോക്കിക്കേ, ഇവരെ വീടിൻ്റെ അടുത്തുള്ള എന്ത് മനോഹരമായ വ്യൂ അല്ലേ. ഫുള്ള് പച്ചപ്പുമായിട്ട് അവിടെ കൂടി ഒരു നദി ഒഴുകുന്നുണ്ട്, പിന്നെ കോട ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. രാവിലെ തന്നെയുള്ള വ്യൂ ആണിത്. ഒരു രക്ഷയില്ല കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കാണാനായിട്ട്. നല്ല മനോഹരമായിട്ടുള്ളൊരു ഗ്രാമവും നല്ല രീതിയും. താങ്ക് യു ദീദി. मक्की ये सूखने के लिए इधर ही रुका. हल्ला बनाउने हल्ला बनाएर खाने. പാവം ചേച്ചിയാട്ടോ, നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്ത്. താങ്ക് യു സോ മച്ച് ദീദി. നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ തന്നു. ഇവിടെ നിൽക്കാനുണ്ടെന്ന് തോന്നുന്നു. ഹിന്ദി അറിയില്ലെങ്കിൽ അവർ പറ്റുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് നമ്മളോട്. താങ്ക് യു. ഭാഷ ബുझे. അപ്പൊ ഇത് കണ്ടോ, ഇത് ഈ ട്രഡീഷണൽ ഡ്രസ് ആണ്. ഇതൊരു ഇവരെ ട്രഡീഷണൽ ഡ്രസ്സാട്ടോ. പെണ്ണുങ്ങളെ മുണ്ടും അതുപോലെ തന്നെ ഒരു ടീഷർട്ടോ കുപ്പായ അങ്ങനെ എന്തെങ്കിലും. നമ്മൾ സൈക്കിൾ ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടുന്ന് പോകാനായിട്ട്. നമ്മളെ ദീദി ഇതാ അവിടുന്ന് പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പോവാണ്. നമ്മളെ കയ്യിലൊരു ചോട്ട ഉണ്ടായിരുന്നു, ആ ചോട്ട ഇതാ കയ്യിൽ നിന്ന് തെന്നിക്കുതിറിയതൊക്കെ പോവാട്ടോ. കളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടുന്ന് ഇങ്ങനെ ഓടിക്കളിക്കും ഇത്, പക്ഷെ ആരും അങ്ങനെ കാര്യമാക്കില്ല. പക്ഷെ ഇടയ്ക്ക് നോക്കും. ഇവിടുത്തെ കുട്ടികളൊക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇവരോട് എല്ലാം നമ്മൾ ബായ് പറയാണ്. ബായ്, താങ്ക് യു സോ മച്ച് ഭയ്യ. ഫിർമിലേക്ക് ഇതർബി. ഇവിടുത്തെ കുട്ടികളാട്ടോ ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഗ്രാമത്തിനോട് വിട പറഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാട്ടോ. എന്ത് രസമാട്ടോ ഈ ഗ്രാമം കാണാൻ. നമ്മൾ ഇന്നലെ ഇവിടെ വന്നത് വലിയ മുട്ടക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ മഞ്ഞ്. ഇതൊരു ഈ ബർഫ് ഗിരി തന്നെ.
ഫെബ്രുവരി സമയം, ഫെബ്രുവരി ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ മഞ്ഞ് പെയ്യും. അപ്പോൾ എല്ലാവരുടെയും ഭയം പറഞ്ഞ് നമ്മൾ പോവുകയാണ്. നമ്മളങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഒരു 4-4.5 കിലോമീറ്റർ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വന്ന പോലെ അല്ല കേട്ടോ, ഫുള്ള് മാറിയിട്ടുണ്ട്. റോഡ് നല്ല റോഡാണ്, പക്ഷേ റോഡിൻ്റെ ഇതാണെങ്കിലും നമ്മൾ കയറ്റം കയറുന്നതാണെന്ന് അറിയുകയും ചെയ്യും, അറിയിക്കാത്ത രീതിയിൽ കയറുകയും ചെയ്യും. മറ്റേതൊക്കെ കുത്തനുള്ള കയറ്റങ്ങളായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ മലനിരകളിൽ വലിയ മാറ്റമായിട്ട് ഉണ്ടായത്. നമ്മൾ ഇതുവരെ കണ്ടതുപോലത്തെ അല്ല. നോക്കിക്കേ, ഫുള്ള് മൊട്ടക്കുന്ന് പോലത്തെ. കാരണം ഇവിടെയൊക്കെ സ്നോ വീഴുന്ന സ്ഥലങ്ങളാട്ടോ. അതായത് ഡിസംബർ ജനുവരി ടൈമിലൊക്കെ ഇവിടെ ഫുള്ള് സ്നോ ആയിരിക്കും. ഇതിൻ്റെ മുകളിൽ മൊത്തം വലിയ വലിയ മലകളാട്ടോ. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് തന്നെ 2100 മീറ്റർ ഹൈറ്റിലാണ്. നമുക്കിനി പോകേണ്ടത് ആ റൂട്ടാട്ടോ. 3200 മീറ്റർ ഹൈറ്റാണ് ഇതിൻ്റെ ടോപ്പ് നമ്മൾ പോകുന്നതിൻ്റെ. നോക്കി ഇവിടെയൊക്കെ വീടുകളൊക്കെ മലേൻ്റെ മുകളിൽ മറ്റേ കോണുണ്ട്, വെയിലത്ത് വെച്ചിട്ടുണ്ട്, നമ്മളെല്ലാ സ്ഥലത്തും കാണുന്ന പോലെ. അതുപോലെ തന്നെ വലിയ വലിയ മലനിരകളാട്ടോ. നമ്മൾ ലഡാക്കിലൊക്കെ കാണുന്നതിൻ്റെ ഒരു ഏകദേശം ആ ഒരു സാമ്യമുള്ളൊരു മലനിരകളാണ് ഇവിടെ കാണുന്നത്. ഇപ്പുറത്തെ സൈഡിൽ പച്ചപ്പുണ്ട്, ഇവിടെയൊക്കെ മഞ്ഞ് പെയ്യും കേട്ടോ. നമ്മൾ മഞ്ഞ് ചെയ്യാത്ത സമയത്താണ് വന്നത്. ഇവിടെ വീടുകളിലും മൊത്തം ഇതുപോലെ തന്നെ കോൺ ഉണക്കാൻ വെച്ചിരിക്കുക കേട്ടോ. ചോളം ഫുൾ എല്ലാ വീട്ടിലും ചോളം ഉണക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. നോക്കിക്കേ, നമ്മളിപ്പോൾ ഉള്ളത് ലുക്കും എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാട്ടോ. നോക്കിക്കേ, കുറേ ആൾക്കാരൊക്കെ ഉള്ള ഒരു ഗ്രാമമാണ്. അവിടെ സ്കൂളാട്ടോ, അങ്ങ് കാണുന്ന സ്കൂളാണ്. അതുപോലെ തന്നെ ഇവരെ കൃഷിയിടങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അവിടെ നോക്കിക്കാൻ രാവിലെ തന്നെ ആൾക്കാർ ക്രിക്കറ്റ് കളിക്കാൻ എന്തിനാണെന്നറിയില്ല, ബാറ്റും കൊണ്ടൊക്കെ പോകുന്നുണ്ട്. പണിയെടുക്കാനാണെന്നറിയില്ല. ഇതൊക്കെ വീടും കാര്യങ്ങളാണ് കേട്ടോ. വീടൊക്കെ നോക്കിക്കേ, എന്ത് മനോഹരമല്ലേ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നോക്കിക്കേ, ഇവിടെയൊക്കെ ഹോം സ്റ്റേ ഒക്കെ ഇട്ടിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന സ്ഥലങ്ങളാട്ടോ. കാരണം ഇവിടെ മഞ്ഞ് പെയ്യും. മഞ്ഞ് പെയ്യുന്നേരം ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് സന്തോഷമാകും. അതാണ് നമ്മുടെ നാട്ടിലത്തെ കൾച്ചർ. അതായത് മഞ്ഞ് വേണം, മഞ്ഞുണ്ടെങ്കിലേ ആൾക്കാർക്ക് കാണാൻ ഇഷ്ടമുള്ളൂ, അല്ലാത്ത സമയത്ത് ആൾക്കാർക്ക് ഇഷ്ടമല്ല. നോക്കിയ വീട് നല്ല വീടല്ലേ, നല്ല രസമുള്ള വീടുകളാട്ടോ. അങ്ങൊക്കെ ഉണ്ട് വീടുകൾ കാര്യങ്ങളൊക്കെ. ലുക്കും എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്രാമമാട്ടോ. നമ്മളിങ്ങനെയാണ് പോകേണ്ടത്. ചെറിയൊരു ഗ്രാമമാണിത്, മനോഹരമായ ഗ്രാമം. ഇവിടെയൊക്കെ മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങളാട്ടോ. പിന്നെയും പറയുന്നില്ല ഞാൻ. ഇത് കുറച്ചുകൂടി വലിയ ടൗൺ ആട്ടോ. ലുക്കും എന്നാണ് നേരത്തെ ലുക്കും, ഇത് ലുക്കും. മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന അവിടെയൊക്കെ വലിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. കയറ്റാട്ടോ, അയ്യോ പാടാണ്. നമ്മളിതാ ഇവിടെ നിന്നൊരു കയറ്റം കയറി വന്നാട്ടോ. അവിടെ ആടൊക്കെ കയറുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ലുക്കും എന്ന് പറഞ്ഞ ഗ്രാമമാട്ടോ ഇത്. നോക്കിക്കേ, മലേൻ്റെ മുകളിൽ ഇങ്ങനെ അട്ടിക്കട്ടിക്കായിട്ട് ഫുള്ള് ബിൽഡിങ്, കുറേ ആൾക്കാർ താമസിക്കുന്ന വലിയൊരു ഗ്രാമമാട്ടോ ഇത്, മലേൻ്റെ മുകളിലുള്ളത്. ഞാൻ ആദ്യം ഇവിടെ കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി ഈ ഒരു വിഷ്വൽ കണ്ടപ്പോൾ. കാരണം നമ്മൾ ഇതുവരെ വന്നതിൽ വെച്ചിട്ട് ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല. ഈ ഫുള്ള് ചോളം ഇങ്ങനെ ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, ഓരോ വീടിൻ്റെ മുകളിലായിട്ട്. എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ച എന്നറിയാം ഇതൊക്കെ. നമ്മളിങ്ങനെ വന്നില്ലെങ്കിൽ ഇതൊന്നും കാണില്ലായിരുന്നു, അടിച്ചു വിട്ട് പോവായിരുന്നു. ഇങ്ങനെ ഒരു വ്യൂ കിട്ടൂലായിരുന്നു. എന്ത് രസമാണ് കാണാൻ. ഇവരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഹായ് സാർ. ഇതൊക്കെ നമ്മളെ ബ്ലോഗിൻ്റെ വീഡിയോ എടുക്കുകയാണ്. നമ്മളിത് ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടുള്ളത്, ഈ സ്ഥലത്ത് തന്നെയാണ് കേട്ടുള്ളത്. അപ്പോൾ സൈക്കിളോടെ നിർത്തിയിട്ട് നമ്മൾ സെമ്മു സൈക്കാൻ വന്നതാണ്. ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ മറ്റേ പോലീസ് ചെക്ക് പോസ്റ്റ് ആട്ടോ. എല്ലാ സ്ഥലത്തും ഇതേപോലെ ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. ഈ ഒരു കടയിൽ നടന്നത് സെമ്മൂസൊക്കെ കഴിച്ചത്. എനിക്ക് ചെറിയൊരു കടയാണ് ഇവിടെ. ആകെ ഇത് മാത്രമേ ഉള്ളൂ കടയായിട്ട് ലുക്കോമിലുള്ള. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മെല്ലെ പൊക്കാരാ ജാരെ दिन चलेगा 4 दिन लगेगा. हाँ साइकिल. കോട്ടയ്ക്കോട്ടെ ഇങ്ങോട്ടേക്കോ പോകാൻ നോക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വലിയ മലകൾ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. പറ്റുന്നില്ല, കുത്തനുള്ള കയറ്റാണ്. ചിലപ്പോൾ നേരെയായിട്ട് തോന്നും, കയറൂല. നമ്മൾ നേരത്തെ കണ്ട മലകളില്ലേ വലിയ, ആ മലകളുടെ മുകളിൽ എത്താറായി നമ്മൾ. അതുകൊണ്ടോ അങ്ങനെ കയറി പോകണം. ഇനിയും കുറേ ദൂരം ഉണ്ട് കേട്ടോ. 16 കിലോമീറ്ററോളം നമുക്ക് കയറ്റം മാത്രമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇറക്കം വരിക. 16 കിലോമീറ്റർ ഇന്ന് എത്തൂല എന്നൊക്കെയാണ് നേരത്തെ കണ്ട ആൾക്കാരൊക്കെ പറയുന്നത്. നമുക്ക് മാക്സിമം നോക്കി നോക്കാം. ഇത് കഴിഞ്ഞിട്ട് 8 കിലോമീറ്റർ ആയിട്ട് ഓഫ് റോഡ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും നോക്കാം, എത്തുമായിരിക്കും. ഇത് കണ്ടോ, വലിയ വലിയ മൗണ്ടൻസ് ആട്ടോ നമ്മുടെ മുമ്പിലുള്ളത്. സീന്. അവിടെ അങ്ങ് അറ്റക്കാലിലായിട്ട് ഒരു വീടൊക്കെ ആയിട്ട് കാണാൻ പറ്റും. കഴിഞ്ഞാട്ടോ നമ്മൾ പോകുന്നത്. കയറ്റാണ് ഇതൊക്കെ. കഴിഞ്ഞ് പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് കണ്ടാൽ മനസ്സിലാവും, 3 ഗിയറിലാട്ടുള്ളത്. ഭയങ്കര സ്ലോയിലാണ് പോകുന്നത്.
രുപ്പക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രാമം എത്തിയിട്ടുണ്ട്. നോക്കിക്കേ, ചെറിയൊരു എന്തിൻ്റെ ഒരു സാധനം ഉണ്ട്, വേറൊന്നും കാണാനില്ല. അവിടെ ഒരു ചെറിയൊരു ഹോട്ടൽ പോലത്തെ ഒരു സെറ്റപ്പും ഉണ്ട്. ഇവിടെ ചെറിയൊരു കടയും ഉണ്ട്. ഇങ്ങനത്തെ സ്ഥലത്ത് നിന്നാട്ടോ നമ്മൾ വെള്ളമൊക്കെ എടുക്കാറ്. കുടിക്കാനുള്ള വെള്ളം ഇങ്ങനത്തെ സ്ഥലത്ത് നിന്ന് എടുത്തിട്ടാട്ടോ പോവാറ്. അപ്പോൾ നമ്മളെ വെള്ളം കയ്യാറായിക്കില്ല, പകുതിയായി. അപ്പോൾ ഫുള്ളാക്കിയിട്ട് തന്നെ പോവുക. എവിടെ നിന്നും കിട്ടിയില്ലെങ്കിൽ പണിയാവും. നോക്കിയ കടകളൊക്കെ ചെറിയ കടയാട്ടോ. അവിടെ ഹോട്ടൽ പോലെ ചെറിയൊന്ന്, എന്തിൻ്റെ ഒരു ടവറുണ്ട്, എന്തിൻ്റെയാണെന്ന് അറിയില്ല, നമുക്ക് റേഞ്ചൊന്നും ഇല്ല. നമ്മളെ നല്ല റോഡ് മാറിയിട്ട് ഓഫ് റോഡായി വന്നിട്ടുണ്ട് കേട്ടോ. നോക്കിക്കുക, വന്ന വഴിയായിട്ട് ഇത് മൊത്തം ഫുൾ ഓഫ് റോഡാണ്. അതുപോലെ ഇതാ ഇവിടെ അങ്ങൊരു വീട് കാണാൻ പറ്റും. അതുപോലെ ഇതാ അങ്ങ് 2-3 വീട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങ് വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ 2-3 വീട് കാണാൻ പറ്റും. 1 വീട്, 2 വീട്, 3 വീട്. പിന്നെ ഇവിടെ ഒരു ചെറിയ കടയും. ഇതാണ് ഈ ഗ്രാമം എന്ന് പറയുന്നത്. ചെറിയ ചെറിയ വീടുകൾ മാത്രമുള്ള ചെറിയൊരു ഗ്രാമം. ഓഫ് റോഡ് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടതാട്ടോ. നോക്കിയേ, അവിടെ കുറച്ച് വീടൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ഗ്രാമം. അതുപോലെ മുകളിലൊക്കെ വീടുണ്ട് കേട്ടോ. ഈ ഗ്രാമത്തിൽ മുകളിലൊക്കെ വീടുണ്ട്. താഴെ നല്ല രസമില്ലേ കാണാൻ. അതുപോലെ ഇതാ അവിടെയൊക്കെ വീടുണ്ട്. അങ്ങോട്ടേക്കാട്ടോ നമുക്ക് പോകേണ്ടത്. ചെറിയൊരു കയറ്റം പോലെ ഉണ്ട്. ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഫുൾ കല്ലാട്ടോ. വണ്ടി കൊണ്ട് ഇറങ്ങുന്നതന്നെ ഭയങ്കര പാടാണ്. സ്ലിപ്പായി പോകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ മുകളിലേക്ക് എത്തണം. നോക്കിയേ കാഴ്ച. ഇത് നമ്മൾ ആ കണ്ട ഗ്രാമത്തിലെ സ്കൂളാട്ടോ. അതുപോലെ നേരത്തെ കണ്ട ഗ്രാമത്തിലേക്ക് പോകുന്ന തൂക്കുപാലമാണത്. നോക്കിയേ, സ്കൂൾ പിള്ളേരൊക്കെ പുറത്തിങ്ങനെ ഇരിക്കുന്നുണ്ട്. വെയിൽ കൊള്ളുന്ന അവിടെ നിന്നാണ് പഠിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. ഉള്ളിൽ തണുപ്പായിട്ട് പുറത്തിരിക്കാൻ തോന്നുന്നുണ്ട്. ഇതൊക്കെ സ്കൂൾ കെട്ടിടാണ് കേട്ടോ. അതൊക്കെ സ്കൂൾ കെട്ടിടാണ്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ, കുറേ പിള്ളേരുണ്ട്. ടീച്ചർമാരാണെന്ന് അവിടെ ഇരിക്കുന്നത്. ഉള്ളു പിള്ളേരാട്ടോ. അതുപോലെ ഇതാ ഇവിടെ ഒരു ചെറിയൊരു കട പോലത്തെ സെറ്റപ്പ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഈ ഒരു ഭാഗത്ത്. കുറേ പിള്ളേരിരുന്ന് പഠിക്കുക, ചെറിയ പിള്ളേരും വലുതും എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ഗ്രാമമൊക്കെ വന്നിട്ടുണ്ട്. നോക്കിയ വീടൊക്കെ നേരത്തെ കണ്ടതേ ടൈപ്പ് വീടുകളൊക്കെ കേട്ടോ. ഇതാ ഇവിടെയും വീടുകളൊക്കെ ഉണ്ട്. അതുപോലെ ഇതാ അവിടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് ഇവിടുന്ന് കാണില്ല. അതേപോലെ അങ്ങ് വീടുണ്ട് നമ്മൾ വന്ന വഴിക്ക്. മലേൻ്റെ മുകളിലൊക്കെ വീടുകളുണ്ടോ. ഇതൊക്കെ ഇവിടെ വന്നാലേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനി കുറേ ഓഫ് റോഡ് കേട്ടോ, കുത്തനെ കയറ്റാന്നാണ് പറയുന്നത് ആൾക്കാർ മൊത്തം. ഇന്നത്തൂല എന്ന് തന്നെ ആൾക്കാർ പറയുന്നത്. നോക്കാം, നമ്മൾ കുറേ ദൂരം വന്നു കേട്ടോ. നോക്കിയ റോഡ് തീരുന്നില്ല. ഇവിടെയാണ് മലേൻ്റെ മുകളിലൊരു വീട് കണ്ടോ കേട്ടോ. ഇതും ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ. മുകളിലും കണ്ടോ, മലേൻ്റെ മുകളിലാട്ടോ ഇത്. നമ്മൾ 2600 മീറ്റർ ഹൈറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി 600 മീറ്റർ ഹൈറ്റ് കൂടി കയറിയാൽ മതി. എനിക്ക് ഫുൾ ഓഫ് റോഡ് തന്നെയാണ്, ഒരു മാറ്റമില്ല, ആളും മനുഷ്യനുമില്ല. ആകെ 2 ബസ്സും പോയിക്ക്, ഒരു ബൈക്കും പോയിക്ക്. ഇവിടെ കണ്ട മലേൻ്റെ മുകളിൽ വേറൊരു ഗ്രാമം. ഒരു വീട് ഇവിടെ ആണെങ്കിൽ ഒന്നവിടെ, ഒന്നിവിടെ, പിന്നെ ഇതാ അതിൻ്റെ മുകളിലുണ്ട്. നമുക്കങ്ങനെയാണ് കയറി പോകേണ്ടത്. എന്ത് രസമല്ലേ. കഴിഞ്ഞാൽ നമുക്ക് 8ൻ്റെ പണി കിട്ടി. 8ൻ്റെ അല്ല 16ൻ്റെ പണി. സൈക്കിൾ ചവിട്ടണമെങ്കിൽ പെഡൽ വേണം. പെഡൽ നോക്കിക്കാൻ പണി കിട്ടി. ചവിട്ടുന്നില്ല, അത് ലൂസായി ഊരി വന്നുകൊണ്ടിരിക്കുക. കൊന്നിട്ടും ചവിട്ടാൻ പറ്റുന്നില്ല. 8ൻ്റെ പണി കിട്ടി. നമ്മളിതാ തള്ളിക്കൊണ്ട് നിൽക്കുക. തള്ളാനാണ് വേറൊരു മാർഗ്ഗമില്ല. ചവിട്ടാൻ പോലും പറ്റില്ല. 7 കിലോമീറ്റർ ബാക്കിയുണ്ട്. നമ്മളെ കയ്യിലാണെങ്കിൽ 2.5 മണിക്കൂർ കൂടിയേ ബാക്കിയുള്ളൂ. 5 മണിയാകുമ്പോൾ തന്നെ ഇവിടെ രാത്രിയാവും. ഫുൾ ഓഫ് റോഡും അവസ്ഥ. ഇനി എന്ത് ചെയ്യുന്നറിയില്ല. പൊക്കാര വരെ എത്തണം റെഡിയാക്കണമെങ്കിൽ. പൊക്കാര അവിടെ റെഡിയാക്കാനുള്ള സ്ഥലം കൊടുങ്കാടായി കേട്ടോ. ഫുൾ ഒരു മനുഷ്യന്മാരും ഒരു ഗ്രാമവും ഒന്നും ഇല്ലാത്തൊരു സ്ഥലം. നോക്കിക്കോ മോളൊക്കെ. സീൻ റോഡാട്ടോ. നമ്മളെ പെടൽ സീനായതുകൊണ്ട് ഇല്ലെങ്കിൽ ഇതൊക്കെ ഈ സാധനമൊക്കെ സിമ്പിളായിട്ട് ചവിട്ടി പോകാൻ പറ്റുന്ന. ഇനി എന്ത് ചെയ്യുന്നറിയില്ല. താഴെ കണ്ടോ, ആ വഴിയാട്ടോ നമ്മൾ കയറി വന്നത്. ഇപ്പം ഫുള്ള് തള്ളി പോക്കാണ്. തീരെ വയ്യാതായി. കുറേ നേരമായി തള്ളുന്നു. ഈ പെടൽ ഇങ്ങനെ ആവുമെന്നറിയെങ്കിൽ ആദ്യം റെഡിയാക്കിയിട്ട് വരുമായിരുന്നു. പക്ഷേ ഒന്നും അറിയില്ല, പെട്ടെന്നായിരുന്നു ഈ പണി കിട്ടിയത്. ആദ്യം മറ്റേ പെടലിൻ്റെ ഉള്ളിലത്തെ സാധനമായിരുന്നു പോയത്. ഇപ്പം ഫുള്ളായിട്ട് ഇളകിങ്ങ് വരുന്നു. ചവിട്ടുന്നേരം ലൂസായി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ അവസ്ഥ കേട്ടോ. ഒരു വണ്ടിയും ഇല്ല, ഒരു സാധനവും ഇല്ല പോകാനാണെങ്കിലും. നമ്മൾ പോകുന്ന വഴിക്കിതാ ഇങ്ങനെ കേട്ടോ പെടലിൻ്റെ അവസ്ഥയുള്ള ഇത് വെച്ച് ചവിട്ടി പോവാണ് ഞാൻ. അതുപോലെ ഈ ഭാഗത്ത് ആകിയതാ ഇവരെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ, വേറെ ആരും കണ്ടിട്ടില്ല. ഫുള്ള് കാടാട്ടോ, ഫുള്ള് കാടാണ്.
ഒരു രക്ഷയില്ലാത്ത അവിടെ താമസിക്കുന്ന ആൾക്കാരാട്ടോ ഇത്. ഇവരെ മാത്രം ഇവിടെ കണ്ടുള്ളൂ, വേറൊരാളും മനുഷ്യനുമില്ല. ഫൈനലി നമ്മൾ വന്ന് അങ്ങനത്തെ ഒരു ഏരിയയിൽ എത്തി കേട്ടോ. 4 കിലോമീറ്റർ ബാക്കിയുണ്ട്. ഇത് നോക്കിക്കേ, വെള്ളം ഒഴുകുന്നുണ്ടോ? നല്ല രസമുണ്ട് ഒഴുകുന്ന കാണാനായിട്ട്. പക്ഷേ ഓഫ് റോഡാണ്, അതാണ് സീന്. ഫുൾ ഓഫ് റോഡ്, ഒരു വണ്ടിയും ഇല്ല അങ്ങോട്ടേക്ക് പോകാനും. നമുക്ക് പെടലിങ്ങനെ പൊട്ടിയ അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. നമ്മളെങ്ങനെയൊക്കെയോ ചലിച്ചുകൊണ്ടിരിക്കുക. ഇനി 4 കിലോമീറ്റർ ഇങ്ങനെ ടോപ്പ് എത്തും. അവിടെ നിന്ന് നിൽക്കാൻ പറ്റുമെന്ന് നോക്കണം, എങ്ങനെയും എത്തുമെന്ന് നോക്കണം. ഇനി 1.5 മണിക്കൂർ കൂടി തള്ളാൻ പറ്റും. ഈ ബസ് ആ കയറ്റം കയറുന്നുണ്ടോ അവിടെ? സീൻ കയറ്റം അത്. ആ കയറ്റം നമുക്ക് കയറാനുള്ളു, കുത്തനുള്ള കയറ്റം. കഷ്ടപ്പെട്ടാണ് കയറുന്ന ഈ ബസ്. നമ്മൾ തള്ളി കയറണം, അത് കുറേ സമയം എടുത്തിട്ട്. അവർ പെട്ടെന്ന് വണ്ടിയും കൊണ്ടാണ് കയറിപ്പോയി. ഫുൾ പൊടിയാണ്. 5 മണിയായിട്ടോ. 5 മണിയായപ്പോൾ നമ്മളിങ്ങനെ പോയി നല്ല റോഡൊക്കെ വന്ന് അന്നേരം ഇതാ ഇവിടെ തീയിട്ടുണ്ട് കുറച്ച് ആൾക്കാർ. ഇത് ആക്കാൻ നമുക്ക് ഉപേന്ദ്ര താക്കൂരി, വിവേക് സാർക്കോട്ട എന്ന് പറഞ്ഞ 2 ആൾക്കാരെ കണ്ടിട്ടോ. ബൈക്കിൽ ട്രിപ്പ് പോയായിരുന്നു. അപ്പം നമ്മൾ ചൂട് കണ്ടിട്ട് കൈ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടെ എന്ത് തണുപ്പാണെന്നറിയാമോ? വേഗത്തിൽ പോകണം. 5:30-6 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് എത്തണം. ഇനി 1.5 കിലോമീറ്ററും കൂടിയും ബാക്കിയുണ്ട് കേട്ടോ പോകാനായിട്ട്. ആ ഇത് നേപ്പാളി നമ്പർ കേട്ടോ. സൂര്യനൊക്കെ അസ്തമിച്ചേട്ടോ. നമ്മളങ്ങനെ ഫൈനലി എത്താറായി എന്നാണ് തോന്നുന്നത്. ഞാൻ ചത്ത്, ഒടുക്കത്തെ തണുപ്പാട്ടോ. കൈയൊക്കെ മരവിച്ച്. ഇന്നലെ വന്നപ്പോൾ കൈയൊക്കെ മരവിച്ചിട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അനക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ ഫുള്ള് മരവിച്ചിട്ടായിരുന്നുള്ളത്. എന്തോ ഭാഗത്തിന് എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഒരു സ്ഥലത്ത് ഇവിടെ വന്നതാ. ഈ ഒരു ഹോട്ടലുണ്ടോ, തിലിച്ചോ ഹോട്ടൽ എന്നാണ് പേര്. അപ്പോൾ അവിടെ വന്നപ്പോൾ അവർ പറഞ്ഞു ഫുഡിന് 350 രൂപ, റൂമിന് 500 എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെ കുറച്ച് പൈസക്ക് പോകുന്ന ടെൻ്റടിക്കാൻ പറ്റുമെന്നൊക്കെ. ടെൻ്റടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു, കാരണം കൈയൊക്കെ മരവിച്ച് പോയ ഒരു അവസ്ഥയായിരുന്നു. കുറച്ചുകൂടി നേരത്താണെങ്കിൽ നമുക്ക് ടെൻ്റടിക്കായിരുന്നു. രാത്രി വലിയ തണുപ്പൊന്നുമില്ല, -3 -4 ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് ടെൻ്റൊക്കെ അടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഉള്ളത്. പിന്നെ വേറെ അവസ്ഥയില്ല. പിന്നെ ഇവർ നമുക്ക് റൂമിൻ്റെ പൈസ കുറച്ച് തന്ന് 350 രൂപക്ക് ഫുഡ് മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മളിവിടെ നിന്ന് കേട്ടോ. ഈ ഹസ്കി ബേക്കിൽ തന്നെ ഓടി കളിക്കുകയാണ്. ബേക്കിൽ നോക്കിയാൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന കാഴ്ചയാട്ടോ നിങ്ങൾ കാണുന്നത്. എന്ത് മനോഹരമായ കാഴ്ച. ഞാൻ ആദ്യമായിട്ടാട്ടെ ഇങ്ങനത്തെ കാണുന്നത്. ഫുള്ള് ഗോൾഡൻ കളർ ഇവിടെ മാത്രം മാറിയിട്ട്. അതുപോലെ ഇവിടുത്തെ ഒരു കാഴ്ച കാണിച്ചു തരാം ഞാൻ. ഇത് വയ്യാട്ടോ നമ്മൾ വന്നത് ഇന്നലെ. ഇവിടെ നോക്കിയേ, ഫുള്ള് വെള്ളം മൊത്തം ഐസായി മാറിയിട്ടുണ്ട്. സ്നോഫോളാണെന്ന് ഇവർ പറഞ്ഞത്, പക്ഷേ സ്നോഫോളൊന്നുമില്ല. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഹസ്കി ബേക്കിൽ തന്നെ ഓടി വരിക കേട്ടോ. സ്കീക്കുട്ട ഇവിടെയൊക്കെ കണ്ടോ? നമ്മുടെ മൂന്നാറിലൊക്കെ ഇടയ്ക്ക് ഉണ്ടായിട്ട് ആൾക്കാർ പറയുന്നില്ല മഞ്ഞ് പെയ്യുന്നത്. ആ ഒരു പ്രതിഭാസാട്ടോ ഇത് മൊത്തം. നോക്കിക്കേ, ഇത് മൊത്തം ഇതാ വെള്ളമുള്ള സ്ഥലത്ത് ഉറച്ചു പോയതാട്ടോ. മൈനസ് ആയതുകൊണ്ട് ഇവിടെ ഒരു വെതർ. അല്ലാണ്ട് ഇവിടുത്തെ ഐസ് സ്നോഫോൾ അല്ല. സ്നോഫോൾ ഡിസംബറിലേക്കാവും. ഇത് നോക്കിക്കേ, വലിയ സൈസ് പട്ടി. ഇതൊക്കെ എൻ്റെ മേത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചത്തു പോകും കേട്ടോ. അതുപോലെ ഇതാ ഇവിടെ നോക്കിയേ, അതിനെക്കാട്ടും വലിയ സൈസുള്ളൊരു പട്ടി. അവിടെ കണ്ടോ മലേൻ്റെ മുകളിൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്ന കാഴ്ച കേട്ടോ അത്. അയ്യോ എന്ത് രസമാണ് കാണാൻ. നമ്മളെ പട്ടികളും ഇവിടെ ഉണ്ട്. അടിപൊളി രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഒരു രക്ഷയില്ല, നല്ല അടിപൊളി വ്യൂ. ഇവിടുന്ന് പട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുക. ഇവിടെയൊക്കെ അങ്ങനെ മഞ്ഞ് പോലെ ഇങ്ങനെ ഉറച്ചെടുക്കുന്ന സ്ഥലങ്ങളാട്ടോ. സ്നോഫോളൊന്നുമല്ല. 2 ഹോട്ടലാട്ടോ ഇവിടെ ഉള്ളൂ, ഒന്നിതും. ഈ ഒരു ഹോട്ടലിൽ വന്നപ്പോൾ നമുക്ക് പൈസ കുറച്ചൊന്നുമില്ല. ഇവർ നല്ല രീതിയിൽ സംസാരിച്ച് നമുക്ക് പൈസയൊക്കെ സെറ്റാക്കി തന്ന്. ഇതിൻ്റെ മോളൊക്കെ വെള്ളം ഉറച്ചതാട്ടോ അത്. ഈ ഹോട്ടലിൻ്റെ ഉൾവശാട്ടോ ഇത്. ഇവിടെ നമ്മളിതാ തീ ഇങ്ങനെ ഇട്ടിട്ട് മറ്റേ ഒരു ബോക്സിൻ്റെ അകത്തിട്ട് കത്തിക്കൂല്ലേ, അപ്പോൾ ഇങ്ങനെ മുകളിലോട്ടേക്ക് പോകുന്ന സെറ്റപ്പ്. ആ ഒരു സെറ്റപ്പിൽ തീ ഇട്ടിട്ടുണ്ട്. ചൂടുവെള്ളമുണ്ട്. രാവിലെ തന്നെ കൈയൊക്കെ നല്ലോണം മരവിച്ച് പുറത്തിറങ്ങിയിട്ട് വീഡിയോ എടുത്തപ്പോൾ ഈ പുള്ളിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെയുള്ള പുള്ളിയാണിത്. നമ്മൾ സൈക്കിൾ ഇതാ ഇവിടെ കേട്ടോ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ കേട്ടോ ഐസായത്. വെള്ളം ഇങ്ങനെ ഇറ്റിയിട്ട് വെള്ളം ഐസായി മാറിയതാണ്. ഇവിടെ നിന്നൊക്കെ ഇതാ വെള്ളം ഇങ്ങനെ ഇതായി പോകുന്നുണ്ട്. മറ്റേ ചൂട് കൊണ്ടിട്ട് വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ അതുപോലെ തന്നെ ഐസായിട്ട് തന്നെ ഉണ്ട്. ഇതൊക്കെ പോകും കേട്ടോ. ഇനിയിപ്പോൾ സൂര്യൻ നല്ലപോലെ വരുന്നുണ്ട്. ഇവിടെ സൂര്യൻ വന്നതിന് പിന്നെ നല്ല ചൂടായിരിക്കും. കോഴിയൊക്കെ ഓടി നോക്കിയേ, ഞാൻ പറഞ്ഞില്ലായിരുന്നു മൂന്നാറത്തെ പോലത്തെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഇതാട്ടോ അത് കണ്ടാൽ മനസ്സിലാവും. ഫുള്ള് ഇവിടെ വെള്ളം തട്ടിയത് ഐസായി മാറിയതാണ്, അല്ലാതെ സ്നോഫോളല്ല. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ.
കുറേ ഉണ്ട്, നമ്മൾ കാണുന്ന എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ പോവും, ഈ വെയിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പോവും. ഇവിടുന്ന് നമുക്ക് ഇനി പോവുകയും ചെയ്യണം, പല്ലൊക്കെ തേച്ചിട്ട്. നല്ല തണുപ്പോട്ടെ രാവിലെ തന്നെ. നമുക്ക് പോകാനുള്ള സമയം കേട്ടോ, 10 മണിയൊക്കെ കഴിഞ്ഞ്. സൈക്കിൾ ഇവിടെ സൈഡിലുണ്ട്. ഇതിൻ്റെ ഒരു ആരോഗ്യമായ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും, ടക്ക് 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 എന്ന് പറഞ്ഞിട്ടുള്ള. അതുപോലെ തന്നെ ഇതാ ഇവിടെ കേട്ടോ നമ്മൾ ഇന്നലെ നിന്നത്, ഇതാ തിളാച്ചൻ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ കേട്ടോ ഉള്ളത്. നമ്മൾ നേരത്തെ രാവിലെ കണ്ട മഞ്ഞും കാര്യങ്ങളൊക്കെ ഇവിടെ പോയി കേട്ടോ, ഫുള്ളായിട്ട് എല്ലാം പോയിട്ടുണ്ട്. നല്ല ക്ലിയർ ആയിട്ടുള്ള വെതറായിട്ടുണ്ട്. അപ്പോൾ അധികം തണുപ്പും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഇറങ്ങി പോകാൻ പറ്റും. ഇവിടെ ഇതാ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ സ്റ്റിക്കർ ഉണ്ടായിരുന്നു, അത് ഏറ്റവും അടിയിലുള്ളത്. അത് ഒട്ടിക്കാൻ പറ്റുമെന്ന് അറിയില്ല, അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഉള്ളത്. നോക്കിയാലേ കിട്ടുള്ളൂ. ഇതാ നമ്മൾ ഇന്നലെ നിന്ന സ്ഥലമാണിത്. ഈ ആളൊക്കെ ആട്ടോ ഇതിൻ്റെ ഓണറാണിത്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ നമ്മൾ ഇന്നലെ തീയാനതൊക്കെ, അതുപോലെ നമ്മൾ ഇന്ന റൂമും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഇവിടെ ഇതാ കുക്ക് ചെയ്യുന്ന കേട്ടോ ആൾക്കാർ. ഇവിടെ നിന്ന് കുക്ക് ചെയ്യാണ്. ഇതാണ് നമ്മളവിടെ ഉള്ളത്. ഇവർ രണ്ടാൾക്കാർ, ഇവർ കേരളത്തിൽ വർക്ക് ചെയ്ത കേട്ടോ. മൂന്നാർ എറണാകുളം കാംകാർ ചെയ്യാനാ, മൂന്നാർ എറണാകുളം വർക്ക് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഹോട്ടലാട്ടോ ഇത്. ഈ ഹോട്ടലിന് ഇൻവെസ്റ്റ് ചെയ്താണ്. അതുപോലെ ഇങ്ങനത്തെ സ്ഥലത്താട്ടോ റൂമുള്ളത്. ഇവിടെ നമുക്ക് 500 രൂപയാണ് നോർമൽ റൂമിന് വരുന്നത്. നമ്മൾ പിന്നെ അങ്ങനെ സംസാരിച്ചുകൊണ്ട് പൈസ കൊടുക്കേണ്ടി വന്നില്ല. ഇവിടെയാണ് നമ്മൾ ഇന്നലെ കിടന്നുറങ്ങിയത് കേട്ടോ. ഈ ഒരു റൂമിലാണ് നമ്മൾ കിടന്നുറങ്ങിയത്. ആ സാധനം വിരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടാട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. റൂമൊന്നും നേരത്തെ കാണിച്ചിട്ടില്ലായിരുന്നു. പിന്നെ എല്ലാ സ്ഥലത്തും ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, അല്ലെങ്കിൽ ഗ്രാമങ്ങളിലാണെങ്കിൽ എല്ലാ സ്ഥലത്തും. അതുകൊണ്ട് വിഷയമില്ല. ഇപ്പോൾ നല്ല ചൂടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. നല്ല വെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മുടെ ഹസ്കിക്കുട്ടർ ചെയ്താൽ രാവിലെ കിടന്നുറങ്ങുക കേട്ടോ. പാവം വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ വന്നതും കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. നമ്മൾ കുറേ ശ്രമിച്ചിട്ടാണ് മല മൊത്തം കയറിയത്. നല്ല ഓഫ് റോഡായിരുന്നു, കുത്താനുള്ള കയറ്റങ്ങളും. ഇപ്പോൾ നമ്മൾ ആക്ച്വലി സമുദ്രനിരപ്പിൽ നിന്ന് 3250 മീറ്ററിലാണ് കേട്ടോ കറക്റ്റ് ഉള്ളത്. ഇനി നമുക്ക് ഇറക്കമൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ. അടുത്ത നല്ല കാഴ്ചകളും ഗ്രാമങ്ങളുടെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ.